ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. തെരഞ്ഞെടുപ്പിനായി റിട്ടേണിംഗ് ഓഫീസറെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആരോഗ്യ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. ഉടൻ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ? നീലിമ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ തീയതി കൂടാതെ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട തീയതി എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉടൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആ നടപടികൾ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും എന്നായിരുന്നു വാർത്താക്കുറിപ്പിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുള്ളത്. രാജ്യസഭ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചിട്ടുള്ളത്. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും, വിജ്ഞാപനം പുറത്തിറക്കും എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ജഗ്ദീപ് ധൻകർ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി രാജിവെക്കുകയോ അല്ലെങ്കിൽ ഒഴിവ് വരികയോ ചെയ്യുമ്പോൾ അടുത്ത 60 ദിവസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ചു വരികയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വാർത്തയുടെ വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.